വേർഡ്പ്രസ് വെബ്സൈറ്റുകളിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 14 പ്ലഗിൻസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. കോൺടാക്ട് ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ പ്ലഗിനാണ് WP ഫോംസ് എന്ന് പറയുന്നത്. കോൺടാക്ട് പേജിനകത്തൊക്കെ വരുന്ന യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഫോം യൂസ് ചെയ്യാം. അതുപോലെ WP ഫോംസിൻ്റെ ഫ്രീ വേർഷനിൽ തന്നെ നിരവധി ടൈപ്പുകളുള്ള ഫോംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കസ്റ്റം ഫീൽഡൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഏതൊരു ടൈപ്പ് ഫോം വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിൻ ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ WP ഫോമിൻ്റെ പെയ്ഡ് വേർഷൻ എടുക്കേണ്ടി വരും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലഗിനാണ് റാങ്ക് മാത്ത് SEO എന്ന് പറയുന്നത്. യോസ്റ്റ് SEO ആയിരിക്കും ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്നത്. എന്നാൽ റാങ്ക് മാത്ത് SEOയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യോസ്റ്റിൻ്റെ പെയ്ഡ് വേർഷനിൽ കിട്ടുന്ന പല ഓപ്ഷൻസും നമുക്ക് റാങ്ക് മാത്തിൽ ഫ്രീ ആയിട്ട് ലഭിക്കും. വെബ്സൈറ്റിൻ്റെ ബേസിക് SEO ചെയ്യുന്നതിനും പ്രത്യേകിച്ച് ടെക്നിക്കൽ സ്കിൽസ് ഒന്നും ഇല്ലാത്തവർക്കും ഈസി ആയിട്ട് ഈ ഒരു റാങ്ക് മാത്ത് SEO ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോക്കസ് കീവേഡ് അല്ലെങ്കിൽ അത് റാങ്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ SEO സ്കോർ ഇൻക്രീസ് ചെയ്യാനുള്ള പല സജഷൻസും റാങ്ക് മാത്ത് SEO തന്നെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ എറേഴ്സ് ആണുള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഈ ഒരു പ്ലഗിൻ തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഒരു ബ്ലോഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലോഗ് റാങ്ക് ചെയ്യിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇനി ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ഒരു പ്ലഗിൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. മറ്റൊരു യൂസ്ഫുൾ ആവുന്ന പ്ലഗിനാണ് സ്മഷ് എന്ന് പറയുന്നത്. നമ്മൾ വെബ്സൈറ്റിനകത്തൊക്കെ ആഡ് ചെയ്യുന്ന ഇമേജിൻ്റെ സൈസ് പലപ്പോഴും വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഇമേജിൻ്റെ സൈസ് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാരിറ്റി പോകുന്ന പ്രശ്നം വരാറുണ്ട്. അപ്പോൾ കംപ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗിനാണ് സ്മഷ് എന്ന് പറയുന്നത്. സ്മഷിൻ്റെ ബേസിക് സെറ്റിംഗ്സ് നമ്മൾ കോൺഫിഗർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ക്ലാരിറ്റി പോകാതെ ഇത് കംപ്രസ് ചെയ്ത് സൈസ് കുറച്ച് ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്തോളും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡിനെ ഇത് ഒരു കാരണവശാലും നമ്മുടെ ഒരു ഇമേജ് സൈസ് അഫക്റ്റ് ചെയ്യത്തില്ല. സ്മഷിൻ്റെ ഫ്രീ വേർഷനിൽ തന്നെ ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ വേർഡ്പ്രസ് വെബ്സൈറ്റിനകത്തും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലഗിനാണ് അപ്ഡ്രാഫ്റ്റ് പ്ലസ് എന്ന് പറയുന്നത്. ഇത് ബാക്കപ്പ് എടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്ലഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ബാക്കപ്പ് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീക്കിലും ഇരുന്ന് ബാക്കപ്പ് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആയിക്കൊണ്ടിരിക്കും. ഇൻ കേസ് എപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് ഒരു എറർ വന്നാലും എന്തൊരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നുള്ള ഫയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്ലഗിനാണ് WordPress സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റ് സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഹാക്കിംഗ് അറ്റംപ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അറ്റംപ്റ്റ്സ് തടയുക അല്ലെങ്കിൽ ഹാക്കിംഗ് പോസിബിലിറ്റീസ് കുറയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലഗിനാണ് WordPress സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഹാക്കിംഗ് അറ്റംപ്റ്റ്സ് ബ്ലോക്ക് ചെയ്യാന്ന് മാത്രമല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു പ്ലഗിനാണ്. നമ്മുടെ വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് മെയിൽ വഴി നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ വേറെ ആരെങ്കിലും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ IP അഡ്രസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ മെയിലിലേക്ക് അയച്ചു തരും. ഫോമിനേറ്റർ എന്ന് പറയുന്ന പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോഗിനും രജിസ്ട്രേഷൻ ഫോമും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നേരത്തെ WP ഫോംസ് പറഞ്ഞിരുന്നു, അവിടെ നമുക്ക് ഫ്രീ വേർഷനിനകത്ത് ലോഗിൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഫോർമാറ്റർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ലോഗിൻ രജിസ്ട്രേഷൻ ഫോംസ് ചെയ്തെടുക്കാൻ സാധിക്കും. സൈൻ ഇൻ അല്ലെങ്കിൽ സൈൻ അപ്പ് ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സ്റ്റൈലുകളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. സൈൻ ഇൻ സൈൻ അപ്പ് മാത്രമല്ല വേറെയും ഒരുപാട് ടൈപ്പ് ഫോംസ് നമുക്ക് ഈ ഒരു ഫോർമാറ്ററിന്റെ ഫ്രീ വേർഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലഗിനാണ് ക്ലാസിക് എഡിറ്റർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ വേർഡ്പ്രസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഗുട്ടൻബർഗ് എഡിറ്റർ ആയിരിക്കും വരുന്നത്. ഡിഫോൾട്ട് ആയിട്ട് വരുന്ന എഡിറ്റർ ഗുട്ടൻബർഗ് ആയിരിക്കും. എന്നാൽ അത് നമ്മൾ നേരത്തെ ക്ലാസിക് എഡിറ്റർ യൂസ് ചെയ്ത് ശീലിച്ചവർക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പഴയ ക്ലാസിക് എഡിറ്റർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്താലും മതി, നമുക്ക് പഴയ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. ഒരു ഗുട്ടൻബർഗ് എഡിറ്റർ ലേഔട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിനകത്ത് വരുന്ന വെബ്സൈറ്റ് എല്ലാം ഈ ഒരു ലേഔട്ടിലായിരിക്കും ഓപ്പൺ ആകുന്നത്. എന്നാൽ അതെല്ലാം നമുക്ക് ക്ലാസിക് ആയിട്ടുള്ള ഒരു ലേഔട്ട് മതി എന്നുണ്ടെങ്കിൽ ക്ലാസിക് എഡിറ്റർ എന്നുള്ള പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് തൊട്ട് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പഴയ ലേഔട്ടിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഗൂഗിളിന്റെ എല്ലാ സർവീസും ഒരൊറ്റ പ്ലഗിനകത്ത് കാണിച്ചു തരുന്ന ഒരു പ്ലഗിനാണ് ഗൂഗിൾ സൈറ്റ് കിറ്റ് എന്ന് പറയുന്നത്. അനലിറ്റിക്സ്, സെർച്ച് കൺസോൾ, ആഡ്സെൻസ്, സ്പീഡ് എല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ ഒരു ഇന്റർഫേസിൽ തന്നെ കാണാൻ സാധിക്കും. ഏതൊക്കെ സർവീസാണോ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൽ തന്നെ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഇനി പുതിയതായിട്ട് നമുക്ക് സെർച്ച് കൺസോളോ അനലിറ്റിക്സോ സ്പീഡോ അല്ലെങ്കിൽ ആഡ്സെൻസ്, ഒപ്റ്റിമൈസ്, ടാഗ് മാനേജർ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ സൈറ്റ് കിറ്റിൻ്റെ ഒരു സമ്മറി കാണാൻ സാധിക്കും. അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബേസിക്കായിട്ട് നമ്മൾ അനലിറ്റിക്സിൽ പോയി നോക്കുന്ന അല്ലെങ്കിൽ സെർച്ച് കൺസോളിൽ പോയി നോക്കേണ്ട ഒരു ആവശ്യമില്ലാതെ നമ്മുടെ ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിളുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. വെബ്സൈറ്റിൻ്റെ ബാനറിൽ ഒരു സ്ലൈഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലഗിനാണ് സ്മാർട്ട് സ്ലൈഡർ എന്ന് പറയുന്നത്.
ഫ്രീ വേർഷനിൽ തന്നെ ഒരുപാട് ലേഔട്ട്സ് അവൈലബിൾ ആണ്. ഇത് ഏത് വേണമെങ്കിലും എടുത്ത് കസ്റ്റമൈസ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിനകത്ത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ക്രോളിംഗ് ബാനർ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു സ്മാർട്ട് 3 പ്ലഗിൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അക്യുസ്മെറ്റ് സ്പാം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പ്ലഗിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അനോണിമസ് ഒക്കെ ആയിട്ട് നമ്മളുടെ വെബ്സൈറ്റിൽ വന്ന് ബ്ലോഗിന്റെ താഴെയൊക്കെ കമന്റ്സ് ധാരാളം പോസ്റ്റ് ചെയ്യാറുണ്ട്. ബോട്ടുകളൊക്കെ ആണെങ്കിലും പ്രൊമോഷണൽ പോസ്റ്റുകളും സ്പാമിംഗ് മെസ്സേജുകളൊക്കെ ധാരാളമായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു അക്യുസ്മെറ്റ് സ്പാം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാം. ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്പാം മെസ്സേജിങ്ങും ഈ ഒരു പ്ലഗിൻ ബ്ലോക്ക് ചെയ്തോളും. പിന്നെ ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ സ്റ്റാറ്റിക്സ് കാണാൻ സാധിക്കും. ഓരോ മാസവും എത്രത്തോളം സ്പാം മെസ്സേജാണ് വന്നിട്ടുള്ളത്, എത്രത്തോളം മെസ്സേജ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് കിട്ടുകയും ചെയ്യും. മറ്റൊരു സിമ്പിൾ പ്ലഗിനാണ് ചാറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ വെബ്സൈറ്റിനകത്ത് നമുക്ക് വാട്സപ്പ് അല്ലെങ്കിൽ കോൾ മെസ്സേജിൻ്റെ ഒക്കെ ഐക്കൺ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാം. വെബ്സൈറ്റിനകത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടോ റൈറ്റ് സൈഡിലായിട്ടോ ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് കോൾ ഐക്കൺസ് കൊടുക്കാൻ പറ്റും. അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൾ അല്ലെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോകും. ഈ ചാറ്റി പ്ലഗിൻ്റെ ഒരു ഫ്രീ വേർഷൻസിനകത്ത് നമുക്ക് 2 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാട്സപ്പ്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, SMS, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഒരു ഇന്റർഫേസ് ഒക്കെ ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ധാരാളം ഓപ്ഷൻസും അവൈലബിൾ ആണ്. വെബ്സൈറ്റിന്റെ മെനു നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് നിർത്താൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗിനാണ് മൈ സ്റ്റിക്കി മെനു എന്ന് പറയുന്നത്. വേർഡ്പ്രസ്സിലെ തീമുകൾ ഏത് ഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് അതിൻ്റെ ഒരു മെനു സ്റ്റാറ്റിക് ആയിരിക്കത്തില്ല. നമ്മൾ പേജ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ മെനു മുകളിലോട്ട് കയറിപ്പോകും. എന്നാൽ അത് സ്റ്റാറ്റിക് ആയിട്ട് നിർത്താൻ വേണ്ടി നമുക്ക് മൈ സ്റ്റിക്കി മെനു എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാം. ചില വേർഡ്പ്രസ്സിന്റെ തീമുകളിൽ കസ്റ്റമൈസിനകത്ത് തന്നെ ഈ ഒരു ഓപ്ഷൻ കാണും. നമുക്ക് സ്റ്റിക്കി മെനു എന്നുള്ള ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റിക്കി മെനു നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അല്ലാത്ത വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ തീംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ബ്ലോഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഷെയർ ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗിനാണ് സാസി സോഷ്യൽ ഷെയർ എന്ന് പറയുന്നത്. നമ്മളൊരു വെബ്സൈറ്റിന്റെ ലേഔട്ട് അല്ലെങ്കിൽ സ്റ്റൈൽ അല്ലെങ്കിൽ തീമിന്റെ കളർ അനുസരിച്ച് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ ബ്ലോഗിനകത്ത് അല്ലെങ്കിൽ ഒരു ജോബ് സൈറ്റ് ആണെങ്കിലും ന്യൂസ് സൈറ്റ് ആണെങ്കിലും അതിനകത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഷെയർ ചെയ്യാനുള്ള പല ഓപ്ഷൻസ് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് കൊടുക്കാൻ സാധിക്കും. സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഷെയർ ബട്ടൺസ് ഒക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസും ഇതിൽ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് ചെയ്യാനുള്ള ധാരാളം ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. ഏതൊരു സ്റ്റൈലിലേക്ക് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിനകത്തൊക്കെ ടെസ്റ്റിമോണിയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗിനാണ് സ്ട്രോങ് ടെസ്റ്റിമോണിയൽസ് എന്ന് പറയുന്നത്. ഹോം പേജിലൊക്കെ സ്ക്രോളിംഗ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിമോണിയൽ കൊടുക്കാൻ വേണ്ടി ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാം. ഒരുപാട് ടൈപ്പ് ലേഔട്ട്സും ഇതിന്റെ ഫ്രീ വേർഷനിൽ തന്നെ അവൈലബിൾ ആണ്. പുതിയൊരു പ്ലഗിൻ ടൈപ്പ് ആഡ് ചെയ്തിട്ട് അതിന്റെ ഒരു ഷോർട്ട് കോഡ് എടുത്ത് നമ്മുടെ ഹോം പേജിലോ അല്ലെങ്കിൽ വേറൊരു ഡീറ്റെയിൽ പേജിലോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും സ്ക്രോളിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ഉള്ള ടെസ്റ്റിമോണിയൽസ് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ പ്ലഗിൻസിന്റെ ഒക്കെ ഫ്രീ വേർഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്യാൻ സാധിക്കും. സെക്യൂരിറ്റി അല്ലെങ്കിൽ ബാക്കപ്പ്, ഇമേജ് കംപ്രസിംഗ് തുടങ്ങിയ പ്ലഗിൻസ് ഒക്കെ മസ്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കരിയർ അല്ലെങ്കിൽ IT ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.